നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് രാവിലെയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മഴയാണ്, അതിരാവിലെ തന്നെ നല്ല മഴയാണ്. എല്ലാവരും പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സമയമൊക്കെ ആയിരിക്കും, എണീക്കാനുള്ള മടി കാരണം നല്ല തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും ചുരുണ്ടുകൂടി കിടക്കുമായിരിക്കും. പക്ഷേ ജോലിക്ക് പോകേണ്ട ആളുകൾക്ക് എണീറ്റേ പറ്റുള്ളൂ. അവരല്പം മടിയോടെയൊക്കെ എണീറ്റ് വരുന്ന ഒരു സമയമൊക്കെ ആയിരിക്കും ഇത്. എല്ലാവരും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് വാർത്തകളൊക്കെ ഉള്ള ഒരു ദിവസമാണിന്ന്. നമുക്ക് എല്ലാ വാർത്തകളിലേക്കും പോകാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മോൺതാർ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് കരയിലേക്ക്. വൈകിട്ടോടെ ആന്ധ്രയിലെ കാക്കിനാട തീരം തൊടും. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, ഒഡീഷ തീരങ്ങളിൽ മുന്നൊരുക്കങ്ങളും ജാഗ്രതയും. കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തൃശൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. PM ശ്രീയിൽ CPI നിലപാടിൽ ഉറച്ചു തന്നെ. പാർട്ടി മന്ത്രിമാർ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല. നവംബർ 4-ന് എക്സിക്യൂട്ടീവ് ചേരും. ഇടതുമുന്നണി ചേർന്ന സമവായം കണ്ടെത്താൻ ശ്രമം. പദ്ധതിയുടെ മെല്ലപ്പോക്കിലൂടെ CPIയെ വിശ്വാസത്തിലെടുക്കാൻ CPM ശ്രമം. രാജ്യവ്യാപക സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഇന്ന് തുടക്കമാകും. 2ാം ഘട്ട SIR കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും. എതിർപ്പുമായി തമിഴ്നാടും പശ്ചിമ ബംഗാളും. നവംബർ 2-ന് തമിഴ്നാട്ടിൽ സർവകക്ഷി യോഗം. കേന്ദ്രത്തിന്റെ ലക്ഷ്യം ബംഗാൾ എന്ന തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രിയൻ. കോടികളുടെ ഇൻഷുറൻസ് തട്ടിപ്പിന്റെ വഴികൾ തേടി ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മറയാക്കിയും മാഫിയ. തിരുവനന്തപുരം കാലടി സ്വദേശി ഗീത 2 കേസുകളിൽ പ്രതിയായ വാഹനം വിറ്റത് മാസങ്ങൾക്ക് ശേഷം. തട്ടിപ്പിന് പിന്നിൽ വാഹനം വാങ്ങിയ കേശവദാസപുരം സ്വദേശി വിദ്യാധരൻ. ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാറിടം ഡോക്ടറുടെ പിഴവ് മൂലം മുറിച്ചു മാറ്റിയതായി പരാതി. ആരോപണം കൊച്ചി കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ ജോജോ വി ജോസഫിനെതിരെ. ആരോപണം തള്ളി ഡോക്ടർ ജോജോ. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വീട്ടമ്മയുടെ കുടുംബം. പുനഃസംഘടന കീറാമുട്ടിയായി തുടരുന്നതിനിടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ദേശീയ നേതൃത്വത്തെ കാണും. കൂടിക്കാഴ്ച ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തർക്ക പരിഹാരമുണ്ടാക്കൽ ലക്ഷ്യം. ഏഷ്യൻ സന്ദർശനം തുടരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ജപ്പാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും കാണുമെന്ന് ട്രംപ്. ഏഷ്യയിൽ നിന്ന് മടങ്ങുക കൊറിയയും സന്ദർശിച്ച ശേഷം. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് കൊടിയിറക്കം. ഓവറോൾ കിരീടം നിലനിർത്തി തിരുവനന്തപുരം. 2ാമത് തൃശൂർ. സമാപന സമ്മേളനം വൈകിട്ട്. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി. വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. ആദ്യം തന്നെ ഇന്നത്തെ മഴയുടെ അവസ്ഥ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൺതാർ ചുഴലിക്കാറ്റ് ഇന്ന് കര തൊടുകയാണ്. ഇന്ന് വൈകിട്ടോടെയായിരിക്കും കര തൊടുക. ആന്ധ്ര തീരത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തൃശൂർ ജില്ലയിൽ ഇന്ന് അവധിയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഭവ്യ പാർവതി ചേരുന്നുണ്ട്. ഭവ്യ, മോൺതാർ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ ഏതൊക്കെ ജില്ലയിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, ഗുഡ് മോർണിംഗ്. മോൺതെ നേരിടാനുള്ള മുന്നൊരുക്കത്തിലാണ് രാജ്യത്തിന്റെ കിഴക്കൻ തീരം. മോൺതാർ ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ കര തൊടുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏറ്റവും പുതിയ ബുള്ളറ്റിനാണ് ലഭ്യമാകുന്നത്. ആന്ധ്ര തീരത്ത് അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 110 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് സഞ്ചരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ആന്ധ്രാപ്രദേശിന്റെ കലിംഗ പട്ടണത്തിനും മച്ചിലി പട്ടണത്തിനും ഇടയിലായിരിക്കും മോൺതാർ ചുഴലിക്കാറ്റ് തീരം തൊടുക. ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഒഡീഷയിലും അതീവ ജാഗ്രതയാണ്. ഈ 3 സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രതയാണ് ഈ മോൺതാർ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ആന്ധ്രയിലെ വിവിധ ജില്ലകളിൽ തോരാമഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. വ്യാപക മുന്നറിയിപ്പാണ് ഈ 3 സംസ്ഥാനങ്ങളിലും നൽകിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെയും ഒഡീഷയിലെയും തെക്കൻ ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ചെന്നൈയിലടക്കം വടക്കൻ ജില്ലകളിലും കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്.
ഏറ്റവും പ്രധാനമായി വലിയ മുന്നൊരുക്കമാണ് ആന്ധ്ര സർക്കാർ മോൻതയെ നേരിടാൻ വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ആന്ധ്രയിൽ പലയിടങ്ങളിലും പല ജില്ലകളിലും 29-ാം തീയതി വരെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്നടക്കം കുട്ടികളോട് വിദ്യാർത്ഥികളോട് വീടുകളിലേക്ക് മാറിപ്പോകാനുള്ള നിർദ്ദേശം ആന്ധ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു. അതുമാത്രമല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബീച്ചുകളിലേക്കുമൊക്കെ ഇറങ്ങുന്നതിന് വലിയ നിയന്ത്രണമാണ്, കർശന നിയന്ത്രണമാണ് ആന്ധ്രയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സമാനമായ മുന്നൊരുക്കങ്ങൾ, സമാനമായ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഒഡീഷയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫുട്പാത്തുകളിലടക്കം ആളുകൾക്ക് പ്രവേശനമില്ല. ഫുട്പാത്തുകളിലുള്ള ഈ ചെറുകിട വ്യാപാരികളെ അടക്കം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പ്രവേശന വിലക്ക് പൂർണ്ണമായും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വലിയ തരത്തിലുള്ളൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആന്ധ്രയിൽ. എല്ലാ തരത്തിലും ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ആന്ധ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കം സാഹചര്യങ്ങൾ വിലയിരുത്തുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആന്ധ്ര സർക്കാരിനെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലവിലെ സ്ഥിതിഗതികൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാ തരത്തിലും ആന്ധ്രയടക്കം മോൻതയെ നേരിടാൻ സർവ്വസജ്ജമാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്ന് രാവിലെ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുന്ന മോൻത വൈകിട്ടോടുകൂടി പരമാവധി 110 കിലോമീറ്റർ വേഗതയിൽ ആന്ധ്ര തീരത്തെ മച്ചിലിപട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിൽ കക്കിനടയുടെ സമീപം കരതൊടുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന പ്രവചനം. ഈ കക്കിനട, ഈസ്റ്റ് ഗോദാവരി, കോനസീമ, എളുരു, വെസ്റ്റ് ഗോദാവരി, കൃഷ്ണ തുടങ്ങിയ ജില്ലകളിൽ ഒക്ടോബർ 31 വരെ ആന്ധ്ര സർക്കാർ അവധി നൽകിയിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകൾക്കും, ആന്ധ്രയിലെ ബാക്കി എല്ലാ ജില്ലകൾക്കും 29-ാം തീയതി വരെ സർക്കാർ അവധി നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി സൈന്യത്തോട് പൂർണ്ണ സജ്ജമായിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ആന്ധ്ര സർക്കാരും ഒപ്പം പ്രധാനമന്ത്രിയും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. അത് മാത്രമല്ല, ദേശീയ ദുരന്ത നിവാരണ സേനയെ ആന്ധ്രയിലേക്ക് പൂർണ്ണമായി അയച്ചിട്ടുണ്ട്. അവരെല്ലാവരും സർവ്വസജ്ജമാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തമിഴ്നാട്ടിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ചെന്നൈ അടക്കം തമിഴ്നാട്ടിലെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ രാവിലെ മുതൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ മുതൽ നിർത്താതെ പെയ്യുന്ന മഴ എന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന സാഹചര്യമാണ്. അതുമാത്രമല്ല, അടുത്ത 36 മണിക്കൂറിൽ ചെന്നൈയിലടക്കം കനത്ത മഴയുണ്ടാകും എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട്. ചെന്നൈയിലെ ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ, വില്ലുപുരം തുടങ്ങിയ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവിടെ അവധിയാണ്. ആന്ധ്ര, ഒഡീഷ, തമിഴ്നാട് ഭരണകൂടങ്ങൾ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഈ മോൻത ചുഴലിക്കാറ്റിനെ നേരിടാൻ, മോന്തയെ പൂർണ്ണമായി നേരിടാൻ രാജ്യത്തിന്റെ കിഴക്കൻ തീരം പൂർണ്ണമായി സജ്ജമാണ്. അനുശ്രീ. ഭവ്യ, അതുപോലെ തന്നെ കേരളത്തിലും ഇന്ന് അതിരാവിലെ തൊട്ട് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് തൃശ്ശൂർ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് നിലവിലെ സ്ഥിതി കേരളത്തിലെ മഴയുടെ? അനുശ്രീ, സംസ്ഥാനത്തും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ മോൻത ചുഴലിക്കാറ്റ് വടക്കോട്ട് നീങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മഴ കുറയും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സംസ്ഥാനത്തിന്റെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി തുടങ്ങിയ ഈ 7 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ടുള്ളത്. ഇവിടെയൊക്കെ ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന റിപ്പോർട്ട്. അതുമാത്രമല്ല, ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഒപ്പം ഇടിയോടും മിന്നലിനോടുമുള്ള മഴയുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. അതുമാത്രമല്ല, ഇന്ന് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി നൽകിയിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്. എന്തായാലും മോൻത ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ മോൻത വടക്കോട്ട് നീങ്ങുന്നതോടുകൂടി കേരളത്തിൽ മഴ കുറയും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അനുശ്രീ, അപ്പോൾ നിലവിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം അത് മോൻത ചുഴലിക്കാറ്റ് കൂടി ശക്തി പ്രാപിക്കുന്നത് കൊണ്ടാണെന്ന് വേണോ കണക്കാക്കാൻ? തീർച്ചയായും മോൻതയുടെ ഒരു പ്രഭാവം കേരളത്തിലുമുണ്ട്. അതുതന്നെയാണ് വലിയ തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ മഴയുണ്ടാകും പലയിടങ്ങളിലും എന്നാണ് പ്രധാനമായും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ ഏറ്റവും കൂടുതൽ തെക്കോട്ട് ഉള്ള പ്രദേശങ്ങളാണ്. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ അങ്ങോട്ടാണ് മഴയ്ക്ക് കൂടുതൽ സാഹചര്യമുള്ളത്. എന്തായാലും മോൻതയുടെ ഒരു പ്രഭാവം കുറയുന്നതോടുകൂടി, അല്ലെങ്കിൽ മോൻത പൂർണ്ണമായും വടക്കോട്ട് നീങ്ങുന്നതോടുകൂടി കേരളത്തിൽ മഴ കുറയുമെന്നാണ്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും പല ഇടങ്ങളിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാറ്റിന് വലിയ തരത്തിൽ കാറ്റ് വീശാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ട്. അതുമാത്രമല്ല ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത അത് കൃത്യമായി പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ലഭ്യമാകുന്നത്. ഏറ്റവും പ്രധാനമായി കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അതിപ്പോഴും തുടരുകയാണ്. മഴ പലയിടങ്ങളിലും തുടരുമെന്നുള്ള റിപ്പോർട്ടാണ് കേരളത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 ജില്ലകൾക്കാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ അങ്ങോട്ടുള്ള ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ്. അവിടെയൊക്കെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിക്കും മിന്നലിനും സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. എന്തായാലും മഴ കേരളത്തിൽ ശക്തമായി തുടരുമെന്നുള്ള റിപ്പോർട്ടാണ് ലഭ്യമാകുന്നത്. അനുശ്രീ, ഭവ്യ, ഈ മോൺതാ ചുഴലിക്കാറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കരയിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ തരം മുൻകരുതലുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതിനെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ആന്ധ്ര സർക്കാർ വലിയ മുന്നൊരുക്കങ്ങളാണ് ഈ മോന്തയെ നേരിടാൻ വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. പൂർണ്ണമായും ഞങ്ങൾ സജ്ജരാണ് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുമായി ടെലിഫോൺ സംഭാഷണത്തിൽ ആന്ധ്ര മുഖ്യമന്ത്രി സംസാരിച്ചതിൽ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായും സൈന്യത്തെ അടക്കം വിന്യസിച്ചുകൊണ്ട്, ദേശീയ ദുരന്ത നിവാരണ സേനയെ അടക്കം വിന്യസിച്ചുകൊണ്ട് ഏതൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാലും അത് നേരിടാൻ വേണ്ടി ഞങ്ങൾ സർവ്വസജ്ജരാണ് എന്ന് തന്നെയാണ് ആന്ധ്ര സർക്കാരും ഒപ്പം ഒഡീഷ, തമിഴ്നാട് സർക്കാരുകളും അറിയിച്ചിരിക്കുന്നത്. ഈ 3 സംസ്ഥാനങ്ങൾക്കാണ് മോന്തയിൽ വലിയൊരു ഭീഷണി നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായി ആന്ധ്രയിൽ തന്നെയാണ്. രാജ്യത്തിന്റെ കിഴക്കൻ തീരം പൂർണ്ണമായും ആശങ്കയിലാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏതൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാലും അത് നേരിടാൻ ഈ 3 സംസ്ഥാനങ്ങളും തയ്യാറാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർണ്ണമായി അവിടെ നൽകിക്കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കടക്കം ഒപ്പോൾ കടലിലേക്ക് ഇറങ്ങുന്നതിനടക്കം ബീച്ചുകൾ അങ്ങനെ അത്തരത്തിലുള്ള വിനോദ കേന്ദ്രങ്ങളെല്ലാം പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിന് പോലും വിലക്കുണ്ട് എന്ന് പറയാം. അത്രമാത്രം ഒരു പൂർണ്ണ സജ്ജമായിരിക്കുകയാണ് ആന്ധ്ര തീരങ്ങൾ. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് പൂർണ്ണമായും മോന്ത ചുഴലിക്കാറ്റ് കരതൊടുക. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് 110 കിലോമീറ്റർ വേഗതയിൽ ഇത് കരതൊടുമെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള ചുഴലിക്കാറ്റിനാണ് സാഹചര്യം ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പൂർണ്ണ മുന്നൊരുക്കങ്ങളും സർക്കാരുകൾ എടുത്തു കഴിഞ്ഞു. ആളുകൾക്ക് പുറത്തിറങ്ങുന്നതിന് വിലക്കുണ്ട്. കൂടുതലും വിദ്യാർത്ഥികൾക്ക് അവധി നൽകിക്കഴിഞ്ഞു. ഹോസ്റ്റലുകളിൽ പോലും വിദ്യാർത്ഥികളെ തുടരാൻ അനുവദിക്കുന്നില്ല. വീടുകളിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. ഫുട്പാത്തുകളിലടക്കം ഉള്ള കടകളിലും കടകളെയും ആളുകളെയും ഒഴിപ്പിച്ചൊരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല ഗർഭിണികൾക്കടക്കം ആശുപത്രിയിലേക്ക് മാറാനുള്ളൊരു നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. വയോധികരെ ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അങ്ങനെ താഴെ തട്ടിൽ നിന്ന് പോലും ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ വേണ്ടി ഉള്ള മുന്നൊരുക്കങ്ങൾ ആന്ധ്ര സർക്കാർ എടുത്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഒഡീഷയിലെയും കാര്യങ്ങൾ സമാനമാണ്. ഒഡീഷയിലെ തെക്കൻ തീരങ്ങളിൽ വലിയ തരത്തിലുള്ള മഴ തുടരുകയാണ്. അവിടെയും സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് എന്നാണ് ഒഡീഷയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചന. എന്തായാലും മോന്തയെ നേരിടാൻ സർവ്വസജ്ജമാണ്. ചെന്നൈയിലടക്കം തമിഴ്നാട്ടിലെ പലയിടങ്ങളിലും പല ജില്ലകളിലും ഇന്നലെ മുതൽ കനത്ത മഴ പെയ്യുകയാണ്. കേരളത്തെ മോന്ത വലിയ തരത്തിൽ ബാധിക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ കേരളത്തിലും പലയിടങ്ങളിലും മഴ തകൃതിയായി പെയ്യുന്നുണ്ട്. മോന്ത പൂർണ്ണമായും വടക്കൻ തീരങ്ങളിലേക്ക് തൊടുന്നതോടുകൂടി കേരളത്തിലെ മഴയ്ക്ക് കുറവുണ്ടാകും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പക്ഷെ അപ്പോൾ പോലും ജാഗ്രതയ്ക്ക് കേരളത്തിലും കുറവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അനുശ്രീ, ശരി. ഭവ്യ പാർവതിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഏഷ്യൻ രാജ്യങ്ങളിൽ നയതന്ത്ര പര്യടനം നടത്തുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജപ്പാനിലെത്തി. ഇന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സാനെ തകായിച്ചിയുമായി കൂടിക്കാഴ്ച നടത്തും. അപെക് ഉച്ചകോടിക്കായി ഉത്തര കൊറിയയിലെത്തുന്ന ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ നേരിൽ കണ്ട് ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജയിലേക്ക് വരാം. ഡൊണാൾഡ് ട്രംപിന്റെ ഏഷ്യ പര്യടനം തുടരുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജപ്പാനിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സാനെ തകായിച്ചിയുമായി കൂടിക്കാഴ്ച നടത്തും. ശ്യാം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും ചർച്ചയാകാനുള്ള സാധ്യത? ഗുഡ് മോർണിംഗ് അനുശ്രീ.
ഡൊണാൾഡ് ട്രംപിന്റെ ഏഷ്യ സന്ദർശനം തുടരുകയാണ്. മലേഷ്യയിൽ ആസിയാൻ ഉച്ചകോടിക്ക് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ജപ്പാനിലെത്തിയിരിക്കുന്നത്. ജപ്പാന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സനെ തക്കായിച്ചിയുമായി ട്രംപ് നടത്താനിരിക്കുന്ന കൂടിക്കാഴ്ചയിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സനെ തക്കായിച്ചി ഒരാഴ്ച മുൻപാണ് ജപ്പാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അവരും ഈ ട്രംപുമായുള്ള കൂടിക്കാഴ്ച കാത്തിരിക്കുകയാണ് എന്ന് അവരും അടുത്തിടെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട്. ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെയുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടേമിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ആദ്യ കാലയളവിൽ ഏറ്റവും മികച്ച നയതന്ത്ര ബന്ധം ഡൊണാൾഡ് ട്രംപ് പുലർത്തിയിരുന്നത് ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെയുമായിട്ടാണ്. ഷിൻസോ ആബെയുടെ പിൻഗാമിയും ശിഷ്യയും എന്നാണ് സനെ തക്കായിച്ചി അറിയപ്പെടുന്നത്. ആ ഗ്രൗണ്ടിൽ നിന്നായിരിക്കും ഈ ചർച്ച നടക്കുക. അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മറ്റ് നയതന്ത്ര കാര്യങ്ങളെക്കാൾ കൂടുതൽ ഷിൻസോ ആബെയുടെ പിൻഗാമി എന്ന ലേബലിലായിരിക്കും സനെ തക്കായിച്ചി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുക എന്നതാണ് ലോക മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ രണ്ടാം ടേമിൽ ട്രംപ് ചുമതലയേറ്റ ശേഷം ലോകരാജ്യങ്ങളുമായി ട്രംപ് മിക്കവാറും രാജ്യങ്ങളുമൊക്കെയായി വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ആ യുദ്ധത്തിൽ മാറി നിൽക്കുന്ന, സുരക്ഷിതമായി നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. ജപ്പാനുമായി തൽക്കാലം ട്രംപിന് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയെ വളരെ കൗതുകത്തോടെ, ഒരു സൗഹൃദ സന്ദർശനം എന്ന നിലയ്ക്ക് വലിയ കൗതുകത്തോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ട്രംപും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ അവരെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഷിൻസോ ആബെയുടെ പിൻഗാമിയാണ് അവർ. ഷിൻസോ ആബെയുമായി എനിക്കുള്ള വ്യക്തിബന്ധം വളരെ പ്രിയപ്പെട്ടതാണ്. ഷിൻസോ ആബെയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ അന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അവരുടെ വലിയ ആഡംബര ഡിന്നറുകളും ഗോൾഫ് കോഴ്സിലെ അവരുടെ ഒന്നിച്ചുള്ള സമയവുമൊക്കെ വലിയ രീതിയിൽ ലോകം കൗതുകത്തോടെ ഉറ്റുനോക്കിയിരുന്നതാണ്. അതിനുശേഷം ഷിൻസോ ആബെയുടെ ശിഷ്യ എന്ന നിലയ്ക്ക് സനെ തക്കായിച്ചുമായുള്ള കൂടിക്കാഴ്ചയിലേക്കാണ് നോക്കുന്നത്. പക്ഷേ അതിലുമേറെ ലോകമാധ്യമങ്ങളും അല്ലെങ്കിൽ പൊതുവെ ലോകരാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ഇനി വരാനിരിക്കുന്നുണ്ട്. അത് ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങുമായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ചയാണ്. അപെക് ഉച്ചകോടിക്കായി സൗത്ത് കൊറിയയിലെ ബുസാനിലെത്തുന്ന ട്രംപ് ഷീ ജിൻപിങ്ങിനെ നേരിട്ട് കാണും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ഒരു മാസമായി ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 100% താരിഫ് കൂടി, നിലവിലുണ്ടായിരുന്ന താരിഫിന് പുറമെ തങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിൽ 100% താരിഫ് കൂടി ചുമത്തി 150 മുകളിൽ താരിഫ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഈ വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചില ധാരണകളായിട്ടുണ്ട് എന്നതാണ് വരുന്ന സൂചനകൾ. ഉദ്യോഗസ്ഥ തലത്തിൽ അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ചൈന നമുക്കറിയാവുന്നതുപോലെ ട്രംപ് എത്രയൊക്കെ വിരട്ടിയാലും, ഏതൊക്കെ സാഹചര്യങ്ങളിൽ വിരട്ടിയാലും പിടിച്ചു നിൽക്കുന്ന രാജ്യമാണ് ചൈന. നിലവിലും അങ്ങനെ തന്നെയാണ്. ഈ 155% അല്ലെങ്കിൽ അത്രയും വലിയൊരു താരിഫ് ചുമത്തുമ്പോഴും ട്രംപിന്റെ ഭീഷണിക്ക് മുൻപിലോ വിരട്ടലിന് മുൻപിലോ ചൈന ഒട്ടും വഴങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ചൈന നിൽക്കുന്നതും അവരുടെ ഗ്രൗണ്ടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് എത്തുന്നത്. ഇനി മറ്റൊരു കൗതുകമുള്ളത്, എല്ലാവരും കാത്തിരിക്കുന്നത് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉന്നുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് ഒരുങ്ങുമോ, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് എവരും നോക്കുന്നുണ്ട്. പക്ഷേ ട്രംപ് അതിന് മറുപടിയായി പറയുന്നത് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയാവാം, എനിക്ക് വലിയ മതിപ്പുള്ളൊരു ഒരു നേതാവാണ് അദ്ദേഹം, അദ്ദേഹത്തിന് കൂടി താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയാകാം എന്നൊരു പ്രസ്താവനയാണ് ഇതിനിടെ പറയുന്നത്. ഇനി ഈ ജപ്പാനിലേക്ക് പോകും മുമ്പുണ്ടായ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ട്രംപിനോട് ഈ വിമാനത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഒരു 3ാം ടേമിന് ട്രംപ് ഒരുങ്ങുന്നുണ്ടോ, അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഒരു 3ാം പദവിക്ക് ഒരുങ്ങുന്നോ, ഒരു 3ാം ടേമിന് ഒരുങ്ങുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരു പക്ഷേ മത്സരിക്കാൻ ഞാനില്ല, പക്ഷേ ഒരു നയതന്ത്ര തലത്തിലോ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിൽ 3ാമത് ചുമതലയിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഒരു പ്രസിഡന്റ് റേസിലേക്ക് ഇനി ഞാനില്ല എന്നതാണ് ട്രംപ് പറഞ്ഞത്. അങ്ങനെ ഏവരും ഉറ്റുനോക്കുന്നത് ട്രംപിന്റെ ഏഷ്യ സന്ദർശനത്തിലേക്കാണ്. ഇന്ന് ജപ്പാനിലാണ്. അതിനുശേഷം അദ്ദേഹം കൊറിയയിലേക്ക് പോകും. അവിടെയുള്ള കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച ചൈനീസ് പ്രീമിയർ ആയിട്ടുള്ള ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. അനുശ്രീ. ശരി, ശ്രീജ ശ്യാമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച ജില്ലാ കളക്ടർമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അടുത്തയാഴ്ച ആദ്യം തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് സൂചന. ഇതുവരെയുള്ള ക്രമീകരണങ്ങൾ യോഗം വിലയിരുത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെങ്കിലും ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് SIR ജോലികളും ചെയ്യേണ്ടത്. ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കളക്ടർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷിലേക്ക് വരാം. ഇന്ന് സുപ്രധാനമായ യോഗം ചേരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ജില്ലാ കളക്ടർമാരുടെ യോഗമായിരിക്കും ഇന്ന് തിരുവനന്തപുരത്ത് ചേരുക. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, എന്തൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രാജ്യവ്യാപക SIRന് ഇന്നു മുതൽ തുടക്കമാവുകയാണ്. കാരണം ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടാം ഘട്ട SIRന് തുടക്കമാകുമെന്ന് പ്രഖ്യാപനം നടത്തിയത്. ഏതായാലും രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറമെ ഛത്തീസ്ഗഡ്, ഗോവ, ഒപ്പം തന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, UP തുടങ്ങിയ സംസ്ഥാനങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എടുക്കുകയാണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിങ്ങനെ 9 സംസ്ഥാനങ്ങൾ, 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഈ ഇവിടങ്ങളിലാണ് ഏതായാലും ഇന്ന് മുതൽ SIRന് തുടക്കമാകുന്നത്. ഇന്ന് ഏതായാലും ആദ്യ ദിനം എന്ന നിലയിൽ പ്രിന്റിംഗ് അടക്കമുള്ള നടപടികളാണ് ഈ ആദ്യഘട്ടത്തിൽ നടക്കുക. അതായത് എന്യൂമറേഷൻ ഫോമിന്റെ പ്രിന്റിംഗ്, ഒപ്പം തന്നെ ട്രെയിനിങ് തുടങ്ങിയവ നടക്കും. 4-ാം തീയതി 3-ാം തീയതി വരെ ഈ നടപടികളാണ് നടക്കുക. അതിനുശേഷമാണ് 4-ാം തീയതിയാണ് വീട് കയറിയുള്ള വിവരശേഖരണങ്ങൾ നടത്തുക. അതായത് BLOമാർ വീട്ടിലെത്തിക്കൊണ്ട് വിവരശേഖരണങ്ങൾ നടത്തുക 4-ാം തീയതിക്ക് ശേഷമാണ്. അതിനുശേഷം ഡിസംബർ 9-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. തുടർന്ന് പരാതി സമർപ്പണത്തിന് ജനുവരി 8 വരെ സമയമുണ്ടാകുമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7-ന് പ്രസിദ്ധീകരിക്കും. അതാണ് നിലവിലെ ഷെഡ്യൂൾ, ഇപ്പോൾ കമ്മീഷൻ നിശ്ചയിച്ച പ്രകാരമുള്ള ഷെഡ്യൂൾ. ഏതായാലും ഇന്ന് യോഗങ്ങളിലേക്ക് കൂടി കമ്മീഷൻ കടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് കളക്ടർമാരുമായി ഇന്ന് ചർച്ച നടത്തും. സ്വാഭാവികമായും ഇതെങ്ങനെ ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് കളക്ടർമാരുമായി ചർച്ച നടത്തും. നാളെ രാഷ്ട്രീയ കക്ഷികളുമായും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ SIR നടപ്പാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് തമിഴ്നാടും പശ്ചിമ ബംഗാളും ഇപ്പോൾ SIR നടപ്പാക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വോട്ട് മോഷണമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് DMK തമിഴ്നാട് മുഖ്യമന്ത്രിയും രംഗത്തെത്തിയിട്ടുണ്ട്. 2-ാം തീയതി സർവകക്ഷി യോഗം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. കാരണം വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നതിന് DMKയോ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരോ എതിരല്ല. മറിച്ച് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കാൻ ഇനി 4-5 മാസമേ ഉള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് അത് ന്യൂനപക്ഷ വോട്ടുകൾ, ഒപ്പം തന്നെ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ കൂട്ടത്തോടെ ഇല്ലായ്മ ചെയ്യുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള ആരോപണമാണെന്ന് സ്റ്റാലിനും ഒപ്പം തന്നെ DMKയും ആരോപിച്ചിട്ടുണ്ട്. സമാനമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും ആരോപിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ബീഹാറിൽ കണ്ടത് ഒരു റിഹേഴ്സൽ മാത്രമാണ്. SIRന്റെ യഥാർത്ഥ ലക്ഷ്യം പശ്ചിമ ബംഗാൾ ആണ് എന്നാണ് ഇപ്പോൾ ഡെറിക് ഒബ്രയൻ, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ്, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ എതിർപ്പ് രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ കേരള നിയമസഭ SIRനെതിരെ പ്രമേയം പാസാക്കിയതാണ്. ഇന്നലെ CPMഉം കോൺഗ്രസും സംസ്ഥാനത്ത് സമാനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. SIRനെതിരെ നിലപാടെടുക്കുന്നു. SIRമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാട് CPMഉം കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിലും പ്രതിഷേധമുണ്ടാകും. പ്രത്യേകിച്ച് ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് ഇത്തരം SIRമായി മുന്നോട്ട് പോകുന്നെന്ന ചോദ്യമാണ് ഇപ്പോൾ ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. അനുശ്വരം. ശരി രാകേഷ്, തുടരുക. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകുമ്പോൾ, ബീഹാർ പിടിക്കാൻ വോട്ട് യുദ്ധം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാസഖ്യത്തിന്റെ സംയുക്ത പ്രകടന പത്രിക പുറത്തിറക്കുകയാണെന്ന്. അതേസമയം അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി മോദി ഒക്ടോബർ 30-ന് മുസാഫർപൂരിലും ചപ്രയിലും എത്തും. പ്രചാരണ പരിപാടികൾക്കായി പ്രിയങ്ക ഗാന്ധി ഇന്ന് ബഗുസാരായിലെത്തും. രാകേഷ് തന്നെയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അതെന്തൊക്കെയായിരിക്കുമെന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ?
ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോകാൻ ഇനി 9 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് ഏതായാലും പട്നയിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുകയാണ്. നേരത്തെ ഇന്ത്യ സഖ്യ നേതാക്കൾ സാമൂഹ്യ നീതി ഉയർത്തിപ്പിടിച്ചുള്ളതായിരിക്കും പ്രകടന പത്രിക എന്ന് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ തേജസ്വി യാദവ് ചില പ്രഖ്യാപനങ്ങളും പല ഘട്ടങ്ങളിലായി നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടന പത്രികയാകും എന്നാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വോട്ടവകാശ യാത്രയിലൊക്കെ തന്നെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒന്ന് സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ, യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ തന്നെയാണ്. അപ്പോൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം ഇന്ത്യ സഖ്യത്തിനുണ്ട്. അക്കാര്യത്തിൽ ഊന്നൽ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ ജോലിക്കായി കുടിയേറ്റം പല സംസ്ഥാനങ്ങളിലേക്കും ബീഹാറിൽ നിന്ന് വലിയ തോതിൽ ആളുകൾ, പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടിയേറ്റം തടയാനുള്ള ഇടപെടൽ, അവർക്ക് സംസ്ഥാനത്ത് തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം സർക്കാരുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിലുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഊന്നൽ നൽകിക്കൊണ്ടുള്ളതായിരിക്കും പ്രകടന പത്രിക എന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ സഖ്യം അതിൻ്റെ പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ബെഗുസരായിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർച്ച് റാലിയിൽ പങ്കെടുത്തതാണ്. ഏതായാലും രാഹുൽ ഗാന്ധി, പ്രത്യേകിച്ച് വോട്ടവകാശ യാത്ര സെപ്റ്റംബർ മാസത്തിൽ അവസാനിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 57 ദിവസം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി പ്രചാരണത്തിനായി പിന്നീട് സംസ്ഥാനത്ത് എത്തിയിട്ടില്ല. ഇത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നാളെ രാഹുൽ ഗാന്ധി ഏതായാലും മുസഫർപൂരിൽ അടക്കം തേജസ്വി യാദവിനൊപ്പം റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധി കൂടി സംസ്ഥാനത്ത് പ്രചാരണത്തിന് ശക്തമാവുകയാണ്. ഒപ്പം പ്രിയങ്ക ഗാന്ധിയും ഇന്ന് സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും NDAക്ക് പ്രചാരണത്തിന് മുന്നിൽ നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് NDAയുടെ പ്രചാരണം. ഏതായാലും ഒന്നാം ഘട്ട പ്രചാരണം ഇപ്പോൾ മോദി കഴിഞ്ഞ ദിവസം ബെഗുസരയിൽ അടക്കം നടത്തിയിരുന്നു. രണ്ടാം ഘട്ട പ്രചാരണത്തിനായി 30-ാം തീയതി വീണ്ടും സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. അനുശ്രീ. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ. അടുത്ത മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ബീഹാറിലെ സുപ്രധാന നേതാക്കളുടെ രാഷ്ട്രീയ ഭാവി തന്നെ നിശ്ചയിക്കും. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവിന്റെ മുതൽ BJP നേതാവ് മംഗൾ പാണ്ഡെയുടെ വരെ മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ മത്സരരംഗത്തുള്ള RJD മഹാസഖ്യത്തിന്റെ പ്രാധാന്യം നിർവചിക്കുന്നു. തർക്കമില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവ് ഉയർന്നു വന്നിട്ടുണ്ട്. 135 സീറ്റുകളിൽ മത്സരിക്കുന്ന RJDയുടെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നതും തേജസ്വി തന്നെ. തന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ രാഘോപൂരിൽ നിന്നാണ് തുടർച്ചയായി 3-ാം തവണയും മത്സരിക്കുന്നത്. സംസ്ഥാനത്ത് BJPയുടെ ശക്തമായ OBC മുഖമാണ് സാമ്രാട്ട് ചൗധരി, നിലവിലെ ഉപമുഖ്യമന്ത്രി. മുൻഗർ ജില്ലയിലെ താരാപൂർ മണ്ഡലത്തിൽ നിന്നാണ് സാമ്രാട്ട് ചൗധരി ജനവിധി തേടുന്നത്. BJPയുടെ പ്രധാന മുഖങ്ങളിൽ ഒരാളാണ് മുൻ കേന്ദ്രമന്ത്രി രാംകൃപാൽ യാദവ്. വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച രാംകൃപാൽ യാദവ് ധനാപൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു. ശക്തനായ RJDയുടെ റിത്ലാൽ യാദവിനെ നേരിടുന്നു. 2014 ലാലു പ്രസാദ് യാദവിന്റെ മകൾ മിസാ ഭാരതിയെ പരാജയപ്പെടുത്തി രാംകൃപാൽ ലോക്സഭയെ പ്രതിനിധീകരിച്ച പാടലിപുത്രയോട് ചേർന്ന പ്രദേശമാണിത്. ഭോജ്പൂരി ഗായിക മൈഥിലി താക്കൂർ BJPയുടെ പട്ടികയിലെ സെലിബ്രിറ്റിയാണ്. കഴിഞ്ഞ ഒക്ടോബർ 13 പാർട്ടിയിൽ ചേർന്നതോടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. അലിനഗർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു. മുൻ സംസ്ഥാന ആരോഗ്യമന്ത്രിയും മുൻ ബീഹാർ BJP പ്രസിഡന്റുമായ മംഗൾ പാണ്ഡെ സിവാനിൽ നിന്നാണ് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മംഗൾ പാണ്ഡെ ഊഹാപോഹങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നെങ്കിലും NDA നിതീഷ് കുമാറിനെ വീണ്ടും ഉറപ്പിച്ചു. തേജസ്വിയുടെ മൂത്ത സഹോദരൻ തേജ് പ്രതാപ് യാദവ് 2015 വിജയിച്ച വൈശാലി ജില്ലയിലെ മഹുവയിൽ നിന്ന് മത്സരിക്കുന്നു. RJDയിൽ നിന്ന് പുറത്തായ ശേഷം തേജ് പ്രതാപ് രൂപീകരിച്ച ജനശക്തി ജനതാദൾ 5 ചെറിയ പ്രാദേശിക സംഘടനകളുമായി സഖ്യമുണ്ടാക്കി 21 മത്സരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. രാവിലെയിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് CPI. കടുത്ത നടപടികളിൽ നിന്ന് CPIയെ തടയാൻ പരിശ്രമിക്കുകയാണ് ഇടത് നേതൃത്വം. നവംബർ 4-ന് സംസ്ഥാന കൗൺസിൽ ചേരാനാണ് CPI തീരുമാനം. അതിനു മുൻപ് ഇടതുമുന്നണി യോഗം ചേർന്ന് പ്രശ്ന പരിഹാരത്തിനാകും ശ്രമം. മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത CPI മന്ത്രിമാർ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല. PM ശ്രീ പദ്ധതിയുടെ തുടർ നടപടികളിലെ
മെല്ലെപ്പോക്കിലൂടെ CPIയെ വിശ്വാസത്തിലെടുക്കാനാകും CPM ശ്രമം. പദ്ധതി നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഇടതുമുന്നണിയുടെയോ മന്ത്രിസഭയുടെയോ സബ് കമ്മിറ്റികളെയും തീരുമാനിച്ചേക്കും. പുനഃസംഘടനാ തർക്കങ്ങൾക്കിടെ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ദേശീയ നേതൃത്വവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11 മണിക്ക് ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്താണ് ചർച്ച നടക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ തർക്ക പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈക്കമാൻഡിന്റെ അടിയന്തര ഇടപെടൽ. KPCC സെക്രട്ടറിമാരുടെ പട്ടികയും ഉടൻ പ്രഖ്യാപിക്കണമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറച്ചുനിന്നതോടെ കഴിഞ്ഞ ദിവസം ചേരാനിരുന്ന ഭാരവാഹി യോഗം മാറ്റിവെച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കത്തിനുള്ള ഹൈക്കമാൻഡ് ഇടപെടൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയെയും തിരുവാഭരണ കമ്മീഷണർമാരെയും ഉടൻ ചോദ്യം ചെയ്യാൻ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുക. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്വർണം വാങ്ങിയ കൽപേഷിനെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ജ്വല്ലറി ഉടമ പറഞ്ഞതനുസരിച്ചാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വാങ്ങിയതെന്ന് കൽപേഷ് പറഞ്ഞു. ഉടമയുടെ നിർദ്ദേശമനുസരിച്ച് താൻ സ്വർണം മറ്റുരുപ്പടികളും എടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ടെന്ന് ഇയാൾ മൊഴി നൽകി. ചെന്നൈയിലെ ജ്വല്ലറിയിലെ ജീവനക്കാരനാണ് രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ്. 13 വർഷമായി ചെന്നൈയിലെ സ്വർണ്ണക്കടയിൽ ജോലി ചെയ്തു വരികയാണ്. ജെയിൻ എന്നയാളാണ് കൽപേഷ് ജോലി ചെയ്യുന്ന സ്വർണ്ണക്കടയുടെ ഉടമ. ശബരിമലയിലെ കട്ടിള കൊണ്ടുപോയി സ്വർണം എടുത്ത കേസിൽ 2ാം പ്രതിയാണ് കൽപേഷ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പ്രതി ചേർത്തത്. ജ്വല്ലറി ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വാങ്ങിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നും കൽപേഷ് പറഞ്ഞു. അതിനിടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടുതൽ ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ശബരിമലയിൽ ഉൾപ്പെടെ വൈകാതെ തെളിവെടുപ്പ് നടത്തിയേക്കും. ഇടപാടുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടുത്തിയാകും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുക. ഉദ്യോഗസ്ഥർ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ മുരാരി ബാബുവിന് പിന്നാലെ ജീവനക്കാർക്കുമെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴ്സ് ഫീസ് കുത്തനെ ഉയർത്തിയതിനെ തുടർന്ന് പഠനം ഉപേക്ഷിച്ച് ബിരുദ വിദ്യാർത്ഥി. താമരശ്ശേരി സ്വദേശി അർജുനാണ് കാർഷിക സർവകലാശാലയിലെ പഠനം ഉപേക്ഷിച്ച് TC വാങ്ങി നാട്ടിലേക്ക് മടങ്ങിയത്. തിരുവനന്തപുരം വെള്ളായണി കാർഷിക സർവകലാശാലയിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. പ്രവേശന സമയത്ത് വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നത് ഒരു സെമസ്റ്ററിന് 12,000 രൂപയായിരുന്നു. എന്നാൽ പുതിയ വിജ്ഞാപന പ്രകാരം ഫീസ് കുത്തനെ ഉയർത്തി. ഹോസ്റ്റൽ ഫീസ്, അനുബന്ധ ചെലവുകൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഒരു വർഷം 1.5 ലക്ഷം രൂപയിലധികം ചെലവ് വരും. ഭാരിച്ച തുക കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ പഠനം ഉപേക്ഷിച്ച് അർജുൻ നാട്ടിലേക്ക് മടങ്ങി. യൂണിവേഴ്സിറ്റി പതിവിലുള്ള ഫീസിനെക്കാട്ടിലും 3 ഇരട്ടി ഫീസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. ഏകദേശം ഒരു 8 സെമസ്റ്റർ പഠിക്കുമ്പോഴേക്കും ഒരു പ്രൈവറ്റ് കോളേജിൽ അടയ്ക്കേണ്ട തുക ഞാൻ ആ കോളേജിൽ അടയ്ക്കേണ്ടി വരും. അതുകൂടാതെ ഹോസ്റ്റൽ ഫീസ്, നമ്മുടെ ചിലവ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതിന് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ വേഗമുള്ളൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ ലോൺ എടുക്കണം. ലോൺ എടുത്തിട്ട് ഒരു സർക്കാർ കോളേജിൽ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് കാര്യമായിട്ട് ഇറങ്ങാനുള്ള റീസൺ. +2 പഠനത്തിന് ശേഷം നീറ്റ് പരീക്ഷ എഴുതിയാണ് അർജുൻ സർവകലാശാലയിൽ പ്രവേശനം നേടിയത്. വീണ്ടും പ്രവേശന പരീക്ഷ എഴുതി കുറെ കൂടി മികച്ച സ്ഥാപനത്തിൽ പ്രവേശനം നേടാനാണ് അർജുന്റെ നീക്കം. താമരശ്ശേരിയിലെ സാധാരണ കർഷകനാണ് അർജുന്റെ പിതാവ്. സർവകലാശാലയിലെ വൻ ഫീസ് വർധനയ്ക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധമുയർത്തിയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഫീസ് വർധന അനിവാര്യമെന്നാണ് അധികൃതരുടെ നിലപാട്. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ തിരിമറിയെന്ന ആരോപണം. സംഘം സെക്രട്ടറിക്കെതിരെ പോലീസിൽ പരാതി നൽകി. സഹകരണ സംഘം ഓഫീസിലേക്ക് UDFന്റെ പ്രതിഷേധവും നടന്നു. CPM നിയന്ത്രണത്തിലുള്ള തൃക്കരിപ്പൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ സെക്രട്ടറി ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വിവിധ ഇനങ്ങളായി 12 ലക്ഷത്തോളം രൂപ സെക്രട്ടറി തട്ടിയെടുത്തെന്നാണ് പുറത്തുവരുന്ന വിവരം. ക്ഷീര കർഷകർക്കുള്ള കാലിത്തീറ്റയുടെ ഗുണഭോക്തൃ വിഹിതമായ 6.5 ലക്ഷം രൂപ കർഷകരിൽ നിന്ന് വാങ്ങി 8 മാസത്തോളമായി കേരള ഫീഡ്സിന് നൽകിയിട്ടില്ല. സംഘം മുഖേന ശേഖരിക്കേണ്ട തുക സെക്രട്ടറി നേരിട്ട് സ്വീകരിക്കുകയായിരുന്നു. മിൽമയിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപയ്ക്ക് നെയ്യ് വാങ്ങി വിൽപ്പന നടത്തിയ തുകയും മിൽമയ്ക്ക് നൽകിയിട്ടില്ല. സഹകരണ സംഘം ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം സെക്രട്ടറി സംഘത്തിൽ അടച്ചു തീർക്കേണ്ട 3 ലക്ഷത്തിലേറെ രൂപ മാസങ്ങൾ കഴിഞ്ഞിട്ടും അടച്ചിട്ടില്ല.
സംഘത്തിൽ നിന്നും 35 ചാക്ക് കാലിത്തീറ്റ വിൽപ്പന നടത്തിയ 75,000-ഓളം രൂപയും കന്നുകുട്ടി പരിപാലന പദ്ധതി പ്രകാരം പിരിച്ചെടുത്ത 20,000-ഓളം രൂപയും സംഘത്തിൽ അടയ്ക്കുവാനുണ്ട്. തിരിമറി പുറത്തു വന്നതോടെ സെക്രട്ടറി അവധിയിലാണ്. സംഭവം വിവാദമായതിന് പിന്നാലെ സംഘം ഭരണസമിതിയും നിർവഹണ ഉദ്യോഗസ്ഥയായ വെറ്റിനറി സർജനും മുഖം രക്ഷിക്കാൻ ചന്തേര പോലീസിൽ പരാതി നൽകി. എന്നാൽ സമരപരിപാടികളുമായി വിവാദം ചൂടുപിടിപ്പിക്കാനാണ് UDF തീരുമാനം. UDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷീര വ്യവസായ സഹകരണ സംഘം ഓഫീസിലേക്ക് പശുക്കിടാവുമായി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാറിടം ഡോക്ടറുടെ പിഴവ് മൂലം മുറിച്ചു മാറ്റിയതായി പരാതി. കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രി സർജൻ ഡോക്ടർ ജോജോ വി ജോസഫിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. തൃശൂർ വരാന്തരപ്പള്ളി സ്വദേശി ഷീജ പ്രഭാകരൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകി. തൃശൂർ ജീവ ലാബിലെ പരിശോധനയിൽ ഷീജയ്ക്ക് ക്യാൻസർ എന്ന് കണ്ടെത്തിയിരുന്നു. ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ചെയ്തത് 2024 ഫെബ്രുവരി 17-നാണ്. ഷീജയുടെ വലത് മാറിടം നീക്കം ചെയ്തു. ലേക്ക് ഷോർ ആശുപത്രിയിലെ പരിശോധനാ ഫലം ഫെബ്രുവരി 13-ന് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ലഭിച്ചു. അതിൽ ക്യാൻസർ ഇല്ലെന്ന് സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രിക്കടക്കം വീട്ടമ്മ പരാതി നൽകിയിട്ടുണ്ട്. വേദന വന്നിട്ട് ഉടനരഞ്ഞു പോയി. അവിടെ പോളി തോന്നുമ്പോൾ വന്ന തന്ത്രം ആളൊരു തെരിയൊരു ഒപ്പത്തെ പോലെ ചെയ്തു. തെരിയൊരു ഒപ്പത്തെ പോലെ ചെയ്തു. അതിൻ്റെ അത് പരിശോധനൻ്റെ ആയിരുന്നു. അത് ജീവ ലാബിലായിരുന്നു. അവിടെ നിന്നാണ് അവിടെ ആ റിപ്പോർട്ടിലാണ് ഇതിൻ്റെ ഡേറ്ററാന്ന് പറഞ്ഞ രോഗം ഉണ്ടെന്ന് പറഞ്ഞ. അതിൻ്റെ ആ റിപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ധാര കാണാൻ പോയി. ധാരാൻ തന്ന് ധാര കണ്ടു. ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു ആള് ഒരു മരുന്നും എനിക്ക് എഴുതി തന്നില്ല. ആള് പറഞ്ഞു ആ തേട് വാങ്ങി കൊണ്ടുവന്ന് രണ്ടാമത് നോക്കിയിട്ട് നമ്മുടെ ഓട്ടം എടുത്താന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് അത് അവർ നോക്കി 13-ാം തീയതി ആ റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഓപ്പത്തിൻ്റെ ചെയ്തത് 17-ാം തീയതിയാണ് എന്നെ. അപ്പോൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല ഇത് രോഗം അതിലുണ്ടായിരുന്നില്ല. ആരോപണം തള്ളി ഡോക്ടർ ജോജോ വി ജോസഫ്. സ്വകാര്യ ലാബിലെ തെറ്റായ കണ്ടെത്തലിനെ പഴിച്ചാണ് ഡോക്ടറുടെ വിശദീകരണം. എന്റെ അടുത്ത് ഈ രോഗി എത്തുമ്പോൾ, അതായത് സർജിക്കൽ ട്രീറ്റ്മെന്റിലാണ് ഈ രോഗി എത്തുന്നത്. 12-ാം തീയതിയാണ് ഇവരെന്നെ കാണാൻ വരുന്നത്. അപ്പം എന്നെ ഒരു സർജൻ എന്ന നിലയിൽ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ പർട്ടിക്കുലർ പേഷ്യന്റിന് സർജറി ചെയ്യണോ വേണ്ടിയോ എന്നറിയണമെങ്കിൽ 2 കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന്, ഈ പേഷ്യന്റിന് ക്യാൻസർ ഉണ്ടോ, അതിന്റെ റിപ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. അത് അവരെനിക്ക് തന്നു. അതാണ് ജീവ ലബോറട്ടറീസിന്റെ, ഞാൻ അതിന്റെ കോപ്പി എന്റെ ഞാൻ അയച്ചു തരാൻ ഈ ഫോണിൽ പറഞ്ഞത്. ആ റിപ്പോർട്ടാണ്. അതിൽ MD പതോളജിസ്റ്റ് NABL അക്രഡിറ്റഡ് ലാബിലെ സീനിയർ പതോളജിസ്റ്റിന്റെ റിപ്പോർട്ടുണ്ട്. ഇൻഫിൽട്രേറ്റിംഗ് ഡക്ട് കാർസിനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ ആദ്യത്തെ ഭാഗം തീർന്നു. ഇനി രണ്ടാമത് എനിക്കറിയേണ്ടത് ഈ അസുഖം മറ്റു ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അതുമില്ല. അതിനുശേഷമാണ് സർജറിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ സർജറിക്ക് 16-ാം തീയതി വരാനായിട്ട് ഞാൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. അവർ വന്ന് അഡ്മിറ്റഡ് ആവുന്നു. ഇവര് സർജറി ചെയ്ത് തിരിച്ചു പോകുന്നു. ഇതാണ് സംഭവം. ഇതിനിടയിൽ ഇവര് പറയുന്ന ബാക്കി കാര്യങ്ങൾ ഇവര് വീണ്ടും പരിശോധനയ്ക്ക് കൊടുത്തു. അതല്ല എങ്കിൽ ഇവര് പറയട്ടെ, ഞാൻ ഇവര് കൊണ്ടുവന്ന സ്ലൈഡ് വീണ്ടും പരിശോധനയ്ക്ക് അയച്ചതിന് ശേഷം ഞാൻ ആ റിപ്പോർട്ട് കാണാതെ ഇവരെ സർജറി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് തെറ്റ്. അങ്ങനെ എന്തെങ്കിലും ഇവരുടെ എവിഡൻസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത റിക്വസ്റ്റ് പോലും വേണ്ട. ഇവര് കാണിക്കുന്ന റിപ്പോർട്ടിൽ ഏത് ഡോക്ടറെ കൊടുത്തെന്ന് എന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അതായത് നമ്മളൊരു പരിശോധനയ്ക്ക് ലാബിലേക്ക് അയച്ചാൽ ഏത് വേസ്റ്റാണെന്നുള്ളത് നമ്മളിപ്പോ റിക്വസ്റ്റ് അവർ വെച്ചില്ല എന്ന് വിചാരിച്ചു. ആ റിപ്പോർട്ടിന് മുകളിലുണ്ട്. അങ്ങനെ എന്തെങ്കിലും എന്റെ പേരുണ്ടോ? ഇതൊന്നും ഇല്ലാതെ ഇവര് ഒരു സുപ്രഭാതത്തിൽ വന്ന് എന്റെ മേലെ ആരോപണം ഉന്നയിക്കുന്നിടത്ത് യാതൊരു കാര്യമില്ല. കുടുംബം ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഡോക്ടറെ അടക്കം പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. ആകെ വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ നടന്നിട്ട് ഈ ജീവ ലാബിനെതിരെയോ ഈ ഹോസ്പിറ്റലിനെതിരെയോ ഒരു ആക്ഷനും പോലീസുകാർ എടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് അവർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കണം. അതായത് നമ്മൾ കൊടുത്ത റിസൾട്ടുകളിൽ മുഴുവൻ 100% കാണുന്നവർക്ക് ഏത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഹോസ്പിറ്റലിന് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. കൂടുതൽ വിവരങ്ങളുമായി
വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ ടെസ്റ്റ് നടത്തിയ ലാബിന് തെറ്റുപറ്റിയെന്ന് ഡോക്ടർ പറയുമ്പോഴും ഡോക്ടറെ ഒരു രോഗി സമീപിക്കുമ്പോൾ ഇത് യഥാർത്ഥമാണോ, രോഗിയുടെ ആവശ്യപ്രകാരമാണ് സർജറി ചെയ്തതെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഒരു ആശുപത്രിയിൽ എത്തുമ്പോൾ ആ ഡോക്ടർ നിർദ്ദേശിക്കും. ഇതൊന്നും നിർദ്ദേശിക്കാതെ ഒരു സർജറി ചെയ്യുക എന്ന് പറയുമ്പോൾ അത്രത്തോളം നിസ്സാരമായി മാറിയിരിക്കുന്നു കേരളത്തിൽ ഇത്തരത്തിലുള്ള സർജറി എന്ന് വേണ്ടേ കരുതാൻ? എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് സംഭവിച്ചതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളും ഈ വീട്ടമ്മയുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് ജനുവരി 29-നാണ് ഇവർ ഈ ഒരു ക്യാൻസർ ടെസ്റ്റ് നടത്തിയത്. അതിന്റെ ഫലം അത് തൃശ്ശൂരിലുള്ള വീട്ടമ്മ തൃശ്ശൂർ സ്വദേശിയാണ്. തൃശ്ശൂരിലുള്ള ജീവ ലാബിലാണ് ടെസ്റ്റ് നടത്തിയത്. അതിന്റെ പരിശോധനാ ഫലം വന്നപ്പോൾ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് മനസ്സിലാകുകയും ചെയ്തു. അവിടെ തന്നെ ആശുപത്രിയിൽ സർജറി ചെയ്യാമെന്ന് നിർദ്ദേശം നൽകിയെങ്കിൽ പോലും ആ ആശുപത്രിയിൽ വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിനാലാണ് പ്രശസ്തനായിട്ടുള്ള VP ഗംഗാധരൻ എന്ന ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെ കാണാമെന്ന് കുടുംബം തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ചികിത്സ നൽകുന്നുണ്ട്. അവിടേക്ക് വരികയും ആ ഡോക്ടറിനെ കാണുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞത് ലാബിലെ പരിശോധനാ ഫലം അനുസരിച്ച് വീട്ടമ്മയ്ക്ക് ഷീജയ്ക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് തന്നെ ഗംഗാധരൻ ഡോക്ടർ തന്നെ നിർദ്ദേശിച്ചത് പ്രകാരം ആ ടെസ്റ്റ്, അതായത് ഈ ജീവ ലാബിൽ കൊടുത്ത സാമ്പിൾ അത് ഇവിടേക്ക് തരികയും മറ്റു ചില ടെസ്റ്റുകൾ നടത്താം, അതിനുശേഷം മാത്രം നമുക്ക് സർജറി ചെയ്യാം എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവ ലാബിൽ കൊടുത്ത സാമ്പിൾ ശേഖരിച്ച കുടുംബം അത് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് നൽകി. പക്ഷേ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ആ സൗകര്യമില്ലാത്തതിനാൽ ലെക്ഷോർ ആശുപത്രിയിലേക്ക് സാമ്പിൾ അയച്ചാണ് പരിശോധന നടത്തുന്നത്. ആ പരിശോധനാ ഫലം 13-ാം തീയതിയാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് തിരികെ കിട്ടിയത്. അതായത് ലെക്ഷോർ ആശുപത്രിയിൽ 13-ാം തീയതിയിൽ നിന്നുള്ള പരിശോധനാ ഫലത്തിൽ വീട്ടമ്മയ്ക്ക് ക്യാൻസർ ഇല്ല എന്നതായിരുന്നു. അത് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ 13-ാം തീയതി ലഭിക്കുകയും ചെയ്തു. പക്ഷെ ആശുപത്രിയിലുള്ള ഡോക്ടർ ഇത് പരിശോധിക്കാതെ 17-ാം തീയതി വീട്ടമ്മയുടെ മാറിടം മുറിച്ചു മാറ്റുകയും ചെയ്തു. ആ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മുറിച്ചു മാറ്റുകയും ചെയ്തു. പിന്നീട് ഈ കുടുംബം ഈ പരിശോധനാ ഫലം ആദ്യ സമയങ്ങളിൽ അപ്പോൾ ഇവർ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ചോദിച്ചിരുന്നു, ലെക്ഷോർ ആശുപത്രിയിലെ പരിശോധനാ ഫലം വന്നിരുന്നു, അതിലും പോസിറ്റീവ് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് അവിടുത്തെ പരിശോധനാ ഫലത്തിലും പോസിറ്റീവ് എന്ന് തന്നെയാണ്. പക്ഷേ ആ ഫലത്തിൽ നെഗറ്റീവ് ആണെന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അത് മറച്ചുവെച്ച് അല്ലെങ്കിൽ അതവർ ശ്രദ്ധിക്കാതെയാണ് വീട്ടമ്മയുടെ വലതു മാറിടം മുറിച്ചു മാറ്റിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇവർ വീണ്ടും ഒരിക്കൽ കൂടി ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അമല ആശുപത്രിയിൽ വീണ്ടും ഇതേ സാമ്പിൾ പരിശോധിച്ചപ്പോൾ അതിലും നെഗറ്റീവായി കാണുകയും ചെയ്തു. അതായത് ജീവ ആശുപത്രിയിലെ ജീവ ലാബിലെ പരിശോധനാ ഫലത്തിൽ മാത്രമാണ് പോസിറ്റീവ്. ലേക്ഷോറിലെയും അമല ആശുപത്രിയിലെയും പരിശോധനയിൽ ക്യാൻസർ ഇല്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ഗംഗാധരൻ ഡോക്ടറിനെ വിവരം അറിയിച്ചു. പക്ഷേ ആ ഡോക്ടർ ഒഴിവ് കഴിവുകൾ പറഞ്ഞു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഒരിക്കൽ കൂടി ആ സാമ്പിൾ കൊണ്ടുവരും, ഒന്നുകൂടി പരിശോധിക്കാം എന്ന ഒഴിവ് കഴിവുകൾ പറയുകയും ആശുപത്രിക്ക് തെറ്റുപറ്റിയില്ല എന്ന രീതിയിലേക്കായിരുന്നു ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ അടക്കം പെരുമാറ്റം എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിനെ തുടർന്ന് ശാരീരികമായും മാനസികമായും വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴും ഷീജ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടമ്മയാണ്, ഈ കൂലിപ്പണിയൊക്കെ ചെയ്യുന്നവരാണ്, പക്ഷെ അവർക്ക് അതിനൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് വന്നു. ഈ വാർത്ത കിട്ടിയതിന് പിന്നാലെ ഈ ജോജോ വി ജോസഫ് പ്രശസ്തനായിട്ടുള്ള ക്യാൻസർ സർജനാണ്. ആ സർജനുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, തനിക്ക് ഒരു പരിശോധനാ ഫലം ലഭിക്കുമ്പോൾ ആദ്യം 2 കാര്യം ആണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ സർജറിയിലേക്ക് വരുന്നതിന് മുൻപ് ആ പരിശോധനാ ഫലം ലഭിക്കുമ്പോൾ താൻ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ഈ വീട്ടമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടോ എന്നാണ്. അവർ തന്ന ലാബിലെ പരിശോധനാ ഫലത്തിൽ ആ ക്യാൻസർ റിമൂവ് ചെയ്ത സെല്ല് പരിശോധിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ മാറിടത്തിൽ നിന്നും എടുത്ത സാമ്പിളിൽ ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു എന്ന റിസൾട്ട് തനിക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ക്യാൻസർ സെല്ല് ഈ ക്യാൻസർ പടരാൻ സാധ്യതയുണ്ടോ എന്നും താൻ പരിശോധിച്ചു. അങ്ങനെ പടരാൻ സാധ്യതയില്ല എന്ന് കുടുംബത്തെ കൃത്യമായി അറിയിക്കുകയും ചെയ്തു. പക്ഷേ കുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇനി പടരാൻ സാധ്യത
സാധ്യതയുണ്ടെങ്കിലോ എന്നൊരു ആശങ്ക കുടുംബം പങ്കുവച്ചു. ഇതിനെ തുടർന്നാണ് ബ്രസ്റ്റ് റിമൂവ് ചെയ്യാൻ താൻ നിർബന്ധിതനായതെന്നാണ് ഡോക്ടർ പറയുന്നത്. താൻ ഒരിക്കലും ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. അത് ക്യാൻസർ സെല്ലുകൾ പടരാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ താൻ ചെയ്യുമായിരുന്നു എന്നാണ് ഡോക്ടറിന്റെ വിശദീകരണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ലേക്ക് ഷോർ ആശുപത്രിയിലെ പരിശോധനാ ഫലം ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പരിശോധിച്ചില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലത്തിൽ അതിന്റെ ഡേറ്റുകളടക്കം അതിൽ നിന്നും കൃത്യമായിട്ടുള്ള തെളിവായി തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സർജൻ ആവർത്തിച്ച് പറയുന്നത് തനിക്ക് ലഭിച്ച റിസൾട്ടുകൾ പ്രകാരമാണ് ഇത് പരിശോധിച്ചത്. തന്നിലേക്ക് ഒരു സർജൻ എന്ന നിലയിലേക്ക് മാത്രമാണ് തന്നിലേക്ക് ഈ റിസൾട്ടുകൾ ലഭിക്കുന്നത്. ലേക്ക് ഷോറിലേക്ക് ഇങ്ങനെ ഒരു സാമ്പിൾ അയച്ചത് തനിക്ക് അറിവില്ല. മറ്റൊരു ഡോക്ടർ, അതായത് ഗംഗാധരൻ ഡോക്ടറിൽ നിന്നാണ് തനിക്ക് ഈ ഒരു സർജൻ എന്ന നിലയിലേക്ക് ഈ ഒരു പേഷ്യന്റ് വന്നത്. അതിനപ്പുറത്തേക്ക് തനിക്ക് ഈ ലേക്ക് ഷോർ ആശുപത്രിയിലെ റിസൾട്ടിനെ കുറിച്ചോ ഇവർ മറ്റ് പരിശോധനകൾക്ക് അയച്ചതിനെ കുറിച്ചോ അറിയില്ല എന്നൊരു വാദമാണ് ജോജോ വി ജോസഫ് ഡോക്ടർ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കുടുംബം പരാതി നൽകിയത്, അതായത് 2024 ഈ സംഭവം നടക്കുന്നത്. സെപ്റ്റംബർ 11 കുടുംബം കടവന്ത്ര പോലീസിനും തൃശൂർ പോലീസിനും പരാതി നൽകുകയും ചെയ്തു. തൃശൂരിലാണ് ഈ ലാബ് ഉള്ളത്. അവിടെയും അതോടൊപ്പം തന്നെ കടവന്ത്ര പോലീസിനും പരാതി നൽകി. ഇതിന്റെ അടക്കം പൂർത്തിയാകുകയും ചെയ്തു. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള കടുത്ത നടപടികളിലേക്ക്, അല്ലെങ്കിൽ ഈ ആശുപത്രിക്കെതിരെയോ ലാബിനെതിരെയോ ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ തയ്യാറായില്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും ഇവർ കാണിക്കുന്ന അലംഭാവം, അല്ലെങ്കിൽ ആശുപത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത്രയും കാലതാമസം വന്നത്, അതായത് 2024 ഫെബ്രുവരിയിൽ സർജറി നടത്തുന്നു, പക്ഷേ സെപ്റ്റംബറിലാണ് പരാതി നൽകിയത്. അത്രയും കാലതാമസം വന്നത് തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ്. ഈ അയച്ചു കൊടുത്ത ലാബിന്റെ റിസൾട്ടുകളെല്ലാം തന്നെ ആശുപത്രിയിൽ നിന്നും പിന്നീട് തരാൻ മടിക്കുകയും ചെയ്തു. അതായത് അവർക്കൊരു വീഴ്ച സംഭവിച്ചപ്പോൾ അവർ അത് മറയ്ക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാറിടം സർജറിയിലൂടെ നീക്കം ചെയ്തു എന്നുള്ള വലിയൊരു ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. വരും ബുള്ളറ്റിനുകളിൽ ഇതിനെപ്പറ്റിയുള്ള വിശദമായ നിരീക്ഷണങ്ങളും വാർത്തകളും വിവരങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ PM ശ്രീ വിവാദങ്ങളെ തള്ളുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പാഠ്യപദ്ധതി മാറ്റേണ്ടി വരില്ലെന്നും തെറ്റായ പ്രചരണങ്ങളാണ് നടക്കുന്നതെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാൻ നോക്കുന്ന ശക്തികളെ മുഖം നോക്കാതെ എതിർക്കും. സങ്കുചിത താൽപര്യങ്ങൾക്ക് മുന്നിൽ വിദ്യാഭ്യാസ നയം അടിയറ വെക്കില്ലെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. വി അരുൺ, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണം അതേത് രീതിയിലാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തുന്ന ഒന്നും ഉണ്ടാകില്ല. മാത്രവുമല്ല, ഈ സംഘപരിവാർ ആശയങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന ഉറപ്പാണ് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് ഈ ദേശാഭൻ ലേഖനത്തിൽ അദ്ദേഹം നിലപാട് ആവർത്തിക്കുന്നത്. ഇന്നലെ CPI ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച് നാളത്തെ മന്ത്രിസഭാ യോഗത്തിലടക്കം പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മന്ത്രിയുടെ വിശദീകരണം വരുന്നത്. ഒരു കാരണവശാലും അത്തരം ആശയങ്ങൾ ഇവിടെ നടപ്പാക്കില്ല. സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കേന്ദ്രം പറയുന്ന അതേ പാഠഭാഗങ്ങൾ, കേന്ദ്ര പാഠപുസ്തകങ്ങൾ, അതേ പാഠഭാഗങ്ങൾ സംസ്ഥാനത്ത് പഠിപ്പിക്കണം നിർബന്ധം പിടിക്കാൻ കഴിയില്ല. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കരിക്കുലം തീരുമാനിക്കാനുള്ള അവകാശം ദേശീയ വിദ്യാഭ്യാസ നിയമവും സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന നിലപാട് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ആവർത്തിക്കുന്നത്. ശരി, വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മറയാക്കിയും ഇൻഷുറൻസ് തട്ടിപ്പ്. മറ്റൊരാൾക്ക് വാഹനം വിറ്റ് മാസങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം കാലടി സ്വദേശി ഗീത 2 കേസുകളിൽ പ്രതിയായത്. ഗീതയിൽ നിന്ന് വാഹനം വാങ്ങിയ കേശവദാസപുരം സ്വദേശി വിദ്യാധരനായിരുന്നു തട്ടിപ്പിന് പിന്നിൽ. ഇയാൾ വേറെയും നിരവധി ഇൻഷുറൻസ് തട്ടിപ്പ് കേസുകളിൽ ആരോപണ വിധേയനാണ്. കാലടി സ്വദേശി ഗീത എന്ന വീട്ടമ്മ തിരുവനന്തപുരം റൂറൽ SP കൊടുത്ത പരാതിയാണിത്. തിരുവനന്തപുരം MACT കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിക്കുമ്പോഴാണ് 2 വാഹനാപകട കേസുകളിൽ പ്രതിയാണെന്ന് ഗീത ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത്. 2017 ഓഗസ്റ്റ് 30 തോന്നക്കലിൽ വെച്ച് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു പരാതി. ഗീതയുടെ പേരിലുള്ള സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഭർത്താവ് രാധാകൃഷ്ണനായിരുന്നു.
അദ്ദേഹം ഒരിക്കൽ പോലും സ്കൂട്ടറിൽ തോന്നയ്ക്കലിലേക്ക് പോയിട്ടുമില്ല. മാത്രവുമല്ല, സ്കൂട്ടർ 2018 ജൂണിൽ വിദ്യാധരൻ എന്നയാൾക്ക് വിറ്റിരുന്നു. ഉടമസ്ഥാവകാശവും കൈമാറി. എന്നിട്ടും എങ്ങനെ കേസിൽ പ്രതിയായി എന്ന ഗീതയുടെ കുടുംബത്തിന്റെ അന്വേഷണമാണ് തട്ടിപ്പിലേക്ക് വെളിച്ചം വീശിയത്. വണ്ടി ഭാര്യയുടെ പേരിലായിരുന്നു. ഭാര്യ ഓട്ടിക്കാറില്ല, ഞാനാണ് ഓട്ടിക്കുന്നത്. ഞാനാണെങ്കിൽ സിറ്റി ഇട്ട് ഒരിടത്തും പോകില്ല. മംഗലാപുരത്ത് വെച്ച് സംഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മംഗലാപുരം ആ ഭാഗത്ത് വെച്ച് സംഭവിച്ചതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല, ഒന്നുമില്ല. മാത്രമല്ല, ഈ നോട്ടീസ് കിട്ടുന്ന സമയത്ത് എനിക്ക് വണ്ടി എൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ നോട്ടീസ് പറയുന്ന ഡേറ്റ് അനുസരിച്ച് ആ സമയത്ത് വണ്ടി എൻ്റെ കയ്യിൽ തന്നെയാണ്, വേറെ ആളുടെ കയ്യിലുമല്ല. അങ്ങനെ ഞാനിത് അന്വേഷിക്കാൻ പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴത്തേക്ക് അവിടുന്ന് വ്യക്തമായൊരു കാര്യങ്ങളൊന്നും തന്നില്ല. അപ്പോൾ അവിടെ അന്നത്തെ SI പുതിയ ആളായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി ഞാൻ ഒക്കെ ബോധ്യപ്പെട്ട എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യണം, എനിക്ക് മുമ്പിരുന്ന ആളുകളാണ് ചെയ്തത്, എനിക്കത് കയറി അതിലെന്തെങ്കിലും ചെയ്യാനൊക്കില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, റൂറൽ SP ഒരു പെറ്റീഷൻ കൊടുക്കുക, എന്നിട്ട് ഞാൻ അത് വരുമ്പോൾ ഞാൻ അത് അന്വേഷിക്കാം. അങ്ങനെ റൂറൽ SP പരാതി കൊടുത്തു. പുള്ളി കൊടുത്തു. അന്ന് തന്നെ എല്ലാ അന്വേഷണം പറഞ്ഞുകൊണ്ട് പിന്നെ ഇൻറ്റിമേഷൻ കൊടുത്തു. പിന്നെ റിട്ടേണായി. അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അവിടുത്തെ റൈറ്റർ, അഡീഷണൽ SI, അഡ്വക്കേറ്റ്, പിന്നെ ഇത് ചില സ്ഥിരം ആളുകളുണ്ടെന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത്. ഇതാണ് ഇത് കേസ് ഉണ്ടാക്കിയതാണ്. ഗീത പോലീസിൽ പരാതി നൽകിയതോടെ തിരുവനന്തപുരം MACT കോടതിയിൽ നിന്ന് കേസ് പിൻവലിച്ചു. പിന്നെ വിദ്യാധരനെ ഒന്നാം പ്രതിയാക്കി അതേ കേസ് ആറ്റിങ്ങൽ MACT കോടതിയിൽ ഫയൽ ചെയ്തു. P. ബാലചന്ദ്രൻ നായരായിരുന്നു അഭിഭാഷകൻ. ഇൻഷുറൻസ് കമ്പനിയും സമാന്തരമായ അന്വേഷണം നടത്തി. അപകടം നടക്കുമ്പോൾ വിദ്യാധരനായിരുന്നു വാഹനത്തിന്റെ ഉടമയെന്ന് കണ്ടെത്തി പരാതിയും നൽകി. ഈ കേസിൽ വിദ്യാധരൻ, അഭിഭാഷകൻ, ക്ലർക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുറ്റപത്രവും നൽകി. ഈ ഒരു കേസിൽ ഒതുങ്ങുന്നതല്ല വിദ്യാധരന്റെ തട്ടിപ്പ് കഥകൾ. മറ്റൊരു കേസിൽ ഇയാൾ ക്ലെയിം നേടിയെടുത്തത് സൈമൺ എന്നയാളുടെ മെഡിക്കൽ രേഖകൾ ഉപയോഗിച്ചാണ്. ഇതിന് വിദ്യാധരന് ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ M. ഗണേഷ്. പല കേസുകളിലും FIR ഇട്ട് സഹായിച്ചത് കാട്ടാക്കട SI T. സുരേന്ദ്രൻ. വക്കാലത്ത് ഫയൽ ചെയ്തത് അഡ്വക്കേറ്റ് കാട്ടാക്കട സതീഷ് കുമാറും. ഓരോ കേസുകളിലും വിദ്യാധരന്റെ പ്രായവും വിലാസവും മാറും. ഗീതയിൽ നിന്ന് വാങ്ങിയ KL01 BM 5984 എന്ന വാഹനം ഉപയോഗിച്ച് തന്നെ ഇയാൾ പല കേസുകളിലും ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. നെയ്യാറ്റിൻകര MACT കോടതിയിൽ മാത്രം വിദ്യാധരൻ ഉൾപ്പെട്ട 6 കേസുകളാണുള്ളത്. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി രാവിലെയിലെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. തൃശൂർ കുമരനെല്ലൂർ സ്വദേശികളായ അഖിൽദാസ്, വർഷ ദമ്പതികളുടെ മകൻ ദൈവിക് ദാസിന്റെ 3ാം പിറന്നാളാണിന്ന്. അച്ഛനും അമ്മയുമാണ് ആശംസകൾ നേർന്നിരിക്കുന്നത്. ദൈവിക്കിന് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഇടപ്പള്ളി ചേരാനെല്ലൂർ സ്വദേശി അമയ KSന്റെ 4ാം പിറന്നാളാണിന്ന്. അച്ഛൻ സിജുൻ, അമ്മ സുമി, മുത്തശ്ശി റീന എന്നിവരാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. അമയക്കുട്ടിക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഇന്ന് 5ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ധ്വനി നിധാന. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ഛൻ വിഷ്ണുവും അമ്മ മേഘയും, അപ്പൂപ്പൻ, അമ്മൂമ്മ, മാമൻ, പിന്നെ ധ്വനി നാട്യക്ഷേത്രയിലെ കൂട്ടുകാരുമാണ്. ധ്വനിക്കുട്ടിക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഇന്ന് 7ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് നക്ഷത്ര അരവിന്ദ്. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ഛൻ അരവിന്ദും അമ്മ പ്രിൻസിയുമാണ്. ചിറയൻകീഴ് ജ്യോതി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നക്ഷത്ര. നക്ഷത്രക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.